ഒന്നാമത്തെ ചോദ്യത്തില് 2 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് എയും ഒന്ന് ബിയും. ഇതിൽ ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ഒന്നാമത്തേതില് എ ക്വസ്റ്റ്യൻ നോക്കാം. 61നെ 9ന്റെ ഗുണിതവും അക്കങ്ങളുടെ തുകയുമായി എഴുതിയത് നോക്കൂ. 61 ഈസ് ഈക്വൽ ടു 9 into 6 plus 7. ഇനി ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? 62നെ 9ന്റെ ഗുണിതവും അക്കങ്ങളുടെ തുകയുമായി എഴുതുക എന്നതാണ് ചോദ്യം. അതിനായിട്ട് 62ലെ അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും? അക്കങ്ങളുടെ തുക കണ്ടെത്താനായിട്ട് എന്ത് ചെയ്താൽ മതി? അതിലെ ഓരോ സംഖ്യകളും തമ്മിൽ കൂട്ടുന്നു. 6 + 2 ഈസ് ഈക്വൽ ടു അക്കങ്ങളുടെ തുക എന്നത് 8 എന്ന് വരും. ഉത്തരം എന്ന് പറയുന്നത് 62 ഈസ് ഈക്വൽ ടു 9 into 6 plus 8. 80 എന്ന് പറയുന്നത് അക്കങ്ങളുടെ തുകയാണ്. ബാക്കി ഭാഗം എന്ന് പറയുന്നത് നമ്മൾ 9ന്റെ ഗുണിതമായി കൊണ്ട് എഴുതിയതുമാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒരു സംഖ്യയിലെ അക്കങ്ങളുടെ തുക എന്നത് എത്രയാണ്? 30 ആണ്. ഈ സംഖ്യയെ 3 കൊണ്ട് ഹരിച്ചാലുള്ള മിച്ചം എത്രയാണ് എന്നതാണ് ചോദ്യം. ഒരു സംഖ്യയിലെ അക്കങ്ങളുടെ തുകയെ നമ്മൾ 3 കൊണ്ട് നിശ്ലേഷം ഹരിക്കാമെങ്കിൽ, അതായത് നമുക്ക് ഒരു സംഖ്യയിലെ അക്കങ്ങളുടെ തുക തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 3 കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് നിശ്ലേഷം ഹരിക്കാമെങ്കിൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ഹരിക്കാമെങ്കിൽ നമുക്ക് ആ ഒരു സംഖ്യയെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? 3 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് സംഖ്യ ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. ഒരു സംഖ്യയിലെ അക്കങ്ങളുടെ തുക നമുക്ക് തന്നിട്ട് 30 ആണെന്ന് തന്നിട്ടുണ്ട്. അക്കങ്ങളുടെ തുക 30നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 9 കൊണ്ട് ഹരിച്ചു നോക്കുന്നു. 3 പ്രാവശ്യം 27. അപ്പോൾ ശിഷ്ടമായിക്കൊണ്ട് നമുക്ക് 3 ആണ് കിട്ടുന്നത്. ഈ 3 തന്നെയായിരിക്കും ആ സംഖ്യയെ നമ്മൾ 9 കൊണ്ട് ഹരിച്ചാലുള്ള മിച്ചവും. അപ്പം ഉത്തരം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 ആയിരിക്കും. ഇനി നമുക്ക് ഡി ക്വസ്റ്റ്യൻ നോക്കാം. അക്കങ്ങളുടെ തുക 44 ഒരു സംഖ്യയോട് ഒരു ഒരക്ക സംഖ്യ കൂട്ടി. ഇപ്പോൾ കിട്ടിയ സംഖ്യയെ 9 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയും എങ്കിൽ കൂട്ടിയ ഒരക്ക സംഖ്യ ഏത് എന്നാണ് ചോദ്യം. നമുക്ക് ഉത്തരം നോക്കാം. ഒരു സംഖ്യയെ 9 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാമെങ്കിൽ അക്കങ്ങളുടെ തുക എന്തായിരിക്കും? 9ന്റെ ഏതെങ്കിലും ഒരു ഗുണിതമായിരിക്കും. നിലവിലെ അക്കങ്ങളുടെ തുക എന്നത് 44 ആണ്. നമുക്ക് 44ന് തൊട്ടടുത്തുള്ള 9ന്റെ ഗുണിതം എന്ന് പറയുന്നത് 45 ആണ്. അപ്പം അക്കങ്ങളുടെ തുക 45 ആകാനായിട്ട് നമ്മൾ കൂട്ടേണ്ടത് എത്രയാണ്? 1 ആണ്. അപ്പൊ ഉത്തരം എന്നത് 1 ആണ്. അടുത്തതായിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തവയിൽ 9 കൊണ്ടും 5 കൊണ്ടും മിച്ചമില്ലാതെ ഹരിക്കാവുന്ന സംഖ്യ ഏത് എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങളോട് മനസ്സിലാക്കേണ്ടത് 9ന്റെയും 5ന്റെയും ഒരു ഗുണിതമായിരിക്കും ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഒരു സംഖ്യ 5ന്റെ ഗുണിതമാകണമെങ്കിൽ ഉള്ള ഒരു നിയമം നമുക്ക് നോക്കാം. അതായത് 5ന്റെ നിയമം എന്ന് പറയുന്നത് തന്നിട്ടുള്ള സംഖ്യയില് അവസാനത്തെ അക്കം എന്ന് പറയുന്നത് 0 അല്ലെങ്കിൽ ഏതായിരിക്കും? 5 ആയിരിക്കും. അത്തരത്തില് 0ഉം 5ഉം വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അവസാനം 0മോ 5ഓ വരുന്നില്ല. അപ്പൊ ഇത് നമുക്ക് തെറ്റാണെന്ന് പറയാം. കാരണം നമുക്ക് എന്തായിരിക്കണം? 9ന്റെ ഗുണിതവുമായിരിക്കണം 5ന്റെ ഗുണിതവുമായിരിക്കണം. 5ന്റെ ഗുണിതമാകണമെങ്കിൽ എന്തായിരിക്കണം? അവസാനത്തെ അക്കം എന്ന് പറയുന്നത് 0മോ അല്ലെങ്കിൽ 5ഓ ആയിരിക്കണം. ഒന്നാമത്തെ സംഖ്യയിൽ അവസാനത്തെ അക്കം എന്ന് പറയുന്നത് ഏതാണ്? 0മോ 5ഓ അല്ല. അപ്പൊ ഓപ്ഷൻ എ അല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് അടുത്ത 3 ഓപ്ഷനുകളിലും എന്താണ്? ഒന്നെങ്കിൽ അവസാനത്തെ അക്കം എന്ന് പറയുന്നത് 0 ആണ്, അല്ലെങ്കിൽ 2, 5ഉമാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ 3 ഓപ്ഷൻസ് ഇനി പരിശോധിച്ചാൽ മതി. അടുത്തതായിട്ട് നമുക്ക് പരിചയപ്പെടേണ്ടത് 9ന്റെ ഗുണിതമാകണമെങ്കിൽ, ഒരു സംഖ്യ 9ന്റെ ഗുണിതമാകണമെങ്കിലുള്ള നിയമമാണ്. അതായത് നമുക്ക് തന്നിട്ടുള്ള സംഖ്യയുടെ അക്കങ്ങളുടെ തുക നമ്മൾ കൂട്ടി നോക്കുന്ന സമയത്ത് അതെന്തായിരിക്കണം? ഒരു 9ന്റെ ഗുണിതമായിരിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഓരോ സംഖ്യയും നോക്കാം. ആദ്യത്തെ സംഖ്യ എന്നത് 24,875 ആണ്. ഇതിലെ ഓരോ സംഖ്യകൾ നമ്മൾ കൂട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഉത്തരം എന്നത് ഏതാണ്?
26 അക്കങ്ങളുടെ തുകയായിട്ട് കിട്ടുന്നത്. 26 എന്നത് എന്തല്ല, 9ന്റെ ഒരു ഗുണിതമല്ല. അപ്പം രണ്ടാമത്തെ ഓപ്ഷനുമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് സി ഓപ്ഷൻ നോക്കാം. 47,485 ഇതിലെ ഓരോ അക്കങ്ങളും നമ്മൾ കൂട്ടി നോക്കുന്ന സമയത്ത് അക്കങ്ങളുടെ തുക എന്നത് 28 നമുക്ക് കിട്ടുന്നത്. ഇതും എന്തല്ല, 9ന്റെ ഒരു ഗുണിതമല്ല. എങ്കിൽ ഓപ്ഷൻ സിയും തെറ്റാണെന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് എന്ത് പറയാം, ഓപ്ഷൻ ഡി തന്നെയായിരിക്കും ഉത്തരം. നമുക്കതൊന്ന് നോക്കാം. ഓപ്ഷൻ ഡി എന്നത് 24,660 ആയിരുന്നു. ഇതിൽ ഓരോ സംഖ്യകളെയും കൂട്ടി നമ്മൾ അക്കങ്ങളുടെ തുക കണ്ടെത്തുന്ന സമയത്ത് 18 എന്ന് കിട്ടും. അതായത് 9ന്റെ ഇതൊരു എന്താണ്, 18 എന്നത് 9 × 2 = 18 അപ്പം 9ന്റെ ഒരു ഗുണിതമാണ് 18 എന്നത്. അപ്പൊ ശരിയായിട്ടുള്ള ഉത്തരം എന്നത് ഏതാണ്, ഓപ്ഷൻ ഡി 24,660 ആണ് എന്ന് നമുക്ക് കിട്ടും. ഒന്നിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. 654നെ 9ന്റെ ഗുണിതവും അക്കങ്ങളുടെ തുകയുമായി എഴുതുക. അപ്പം ആദ്യം നമുക്ക് അക്കങ്ങളുടെ തുക കണ്ടെത്താം. അക്കങ്ങളുടെ തുക എന്നത് എത്രയായിരിക്കും, 6 + 5 + 4 എന്ന് വരും. എത്ര കിട്ടും, നമുക്ക് 15 എന്ന് അക്കങ്ങളുടെ തുക ലഭിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, 654 = 9ന്റെ എത്രാമത്തെ ഗുണിതമാണെന്ന് നമുക്ക് കണ്ടെത്തണം. അത് നമുക്ക് കണ്ടെത്താം. +15 എന്ന് എഴുതാം. അപ്പം 654 നിന്ന് നമ്മൾ എന്ത് ചെയ്തു, 15 കുറയ്ക്കുന്നു. അപ്പൊ എത്ര നമുക്ക് കിട്ടും, നമുക്ക് ഉത്തരമായിക്കൊണ്ട് 639 എന്ന് ലഭിക്കും. ഈ 639 എന്ന് പറയുന്നത് 9ന്റെ എത്രാമത്തെ ഗുണിതമാണ്, 71 ഒന്നാമത്തെ ഗുണിതമാണ്. അതായത് 9 × 71 ചെയ്താലാണ് നമുക്ക് എത്ര കിട്ടുക, 639 എന്ന് കിട്ടുക. അങ്ങനെയെങ്കിൽ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്, 654 = 9 × 71 + 15 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. 654നെ 9 കൊണ്ട് ഹരിച്ചാലുള്ള മിച്ചം എത്രയാണ്? ഇതിന്റെ ഉത്തരം കണ്ടെത്താനായിട്ട് നമുക്ക് എന്തറിയാം, അക്കങ്ങളുടെ തുക എന്നത് 15 എന്ന് നമുക്കറിയാം. 15നെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു വലിയ സംഖ്യ ഹരിച്ചു നോക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്, ആ ഒരു സംഖ്യയുടെ അക്കങ്ങളുടെ തുക നമ്മൾ എന്ത് ചെയ്യുന്നു, 9 കൊണ്ട് ഹരിച്ചു നോക്കുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടും, 9 ശിഷ്ടമായിക്കൊണ്ട് നമുക്ക് എത്ര കിട്ടും, 6 എന്ന് കിട്ടും. അപ്പം രണ്ടാമത്തെ ഇതിന്റെ ഉത്തരം നമുക്ക് എത്രയായിരിക്കും, 654നെ നമ്മൾ 9 കൊണ്ട് ഹരിച്ചാലും ആ 654ന്റെ അക്കങ്ങളുടെ തുക നമ്മൾ 9 കൊണ്ട് ഹരിച്ചാലും ശിഷ്ടം എന്നത് 6 ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പം രണ്ടാമത്തേതിന്റെ ഉത്തരം എന്നത് എത്രയാണ്, 6 ആയിരിക്കും. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. 654നെ 3 കൊണ്ട് ഹരിച്ചാലുള്ള മിച്ചം എത്രയാണ്? ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടെത്തിയതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ 654നെ 3 കൊണ്ട് ഹരിക്കുന്നതിന് പകരമായിട്ട് 654ന്റെ അക്കങ്ങളുടെ തുക നമ്മൾ 3 കൊണ്ട് ഹരിക്കുന്നു. അപ്പൊ നമുക്ക് 15/3 എന്നത് എത്ര കിട്ടും, നമുക്ക് 15 ശിഷ്ടം എന്നത് എത്ര കിട്ടും, 0 എന്ന് ലഭിക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എത്ര തന്നെയായിരിക്കും, ഉത്തരം എന്നതും 0 ആയിരിക്കും. ഇനി നമുക്ക് ഡി ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ കൊടുത്തവയിൽ 9 കൊണ്ട് ഹരിച്ചാലും 3 കൊണ്ട് ഹരിച്ചാലും 1 മിച്ചം വരുന്ന സംഖ്യ ഏതാണ്? ഡി ക്വസ്റ്റ്യന്റെ ഉത്തരം കണ്ടെത്തുന്നതിനായിട്ട് നമ്മൾ കൊടുത്ത ഓരോ സംഖ്യയും 3 കൊണ്ടും 9 കൊണ്ടും ഹരിക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി, പെട്ടെന്ന് എളുപ്പത്തിൽ കിട്ടുന്നതിനായിട്ട് നമ്മൾ ഈ തന്ന ഓപ്ഷനിലെ ഓരോന്നിന്റെയും അക്കങ്ങളുടെ തുക ആദ്യം എന്ത് ചെയ്യുന്നു, കണ്ടെത്തുന്നു. അക്കങ്ങളുടെ തുക ഓരോന്നിന്റെയും കണ്ടെത്തുന്ന സമയത്ത് നമുക്ക് എ ഓപ്ഷന്റെ അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്, 16 എന്ന് കിട്ടും. ഈ 16നെ നമ്മൾ എന്ത് ചെയ്യുന്നു, 9 കൊണ്ടും 3 കൊണ്ടും ഹരിച്ചു നോക്കുന്നു. 16നെ 9 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ശിഷ്ടം എത്രയാണ് കിട്ടുന്നത്, 7 ആണ്. നമുക്ക് പക്ഷെ എത്രയാണ് കിട്ടേണ്ടത്, 1 നമുക്ക് 9 കൊണ്ടും 3 കൊണ്ടും ഹരിച്ചാൽ കിട്ടേണ്ട ശിഷ്ടം എന്നത്. അപ്പം ഓപ്ഷൻ എ അല്ലെന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ഓപ്ഷൻ ബി നോക്കാം. ഓപ്ഷൻ ബി എന്നതിന്റെ അക്കങ്ങളുടെ തുക എന്നത് 18 ആണ്. 18നെ നമ്മൾ 9 കൊണ്ടും 3 കൊണ്ടും ഹരിച്ചാൽ ശിഷ്ടം എത്രയായിരിക്കും,
0 ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പം ബി ഓപ്ഷനും അല്ല എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് സി ഓപ്ഷൻ നോക്കാം. 3277. ഇതിന്റെ അക്കങ്ങളുടെ തുക എന്നത് 19 ആണ് നമുക്ക് അക്കങ്ങളുടെ തുക ആയിട്ട് കിട്ടുന്നത്. 19നെ നമ്മൾ 9 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ശിഷ്ടം എത്ര കിട്ടും? 1 എന്ന് കിട്ടും. ഇനി നമ്മൾ 19നെ അക്കങ്ങളുടെ തുകയെ നമ്മൾ 3 കൊണ്ട് ഹരിച്ചാലും ശിഷ്ടം നമുക്ക് 1 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണെന്ന് നമുക്ക് കിട്ടി? ഓപ്ഷൻ സി ആണെന്ന് കിട്ടി. ഇനി ഓപ്ഷൻ ഡി നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അക്കങ്ങളുടെ തുക 22 ആണ്. 22നെ നമ്മൾ 9 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ശിഷ്ടം 4 ആണ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല? 3 കൊണ്ട് ഹരിച്ചു നോക്കേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് ഡി ഓപ്ഷൻ അല്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ശരിയായ ഉത്തരം എന്നത് ഓപ്ഷൻ സി ആണ്. 3277 എന്ന് കിട്ടും.